ആത്മാവ്. ഓ ആത്മാവ്, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, ജീവജലത്തിൻ കരുണയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ കരുണയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. വ്യക്തിപരമായി ഹിന്നാലയം ഞാൻ എഴുന്നേറ്റ് നിൽക്കണോ? കൂടാരം ഞാനല്ലോ, ഒരു ഫീലോടുകൂടി ദൈവജനം നാം, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം, പാപിയാം ഞാൻ ദൈവ സുതനായി മാറി, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം, പാപിയാം ഞാൻ ദൈവ സുതനായി മാറി, പിതാവെന്നോട് കൂടെ പുത്രനെന്നോട് കൂടെ എല്ലാവരും സ്വർഗ്ഗരാജ്യം എന്നിൽ തന്നെ, പിതാവെന്നോട് കൂടെ പുത്രനെന്നോട് കൂടെ സ്വർഗ്ഗരാജ്യം എന്നിൽ തന്നെ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവാത്മാ ജീവജലത്തിൽ നരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൽ നരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവാത്മാവിന്നിൽ നിറഞ്ഞപ്പോൾ
ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു പിതാവെന്നു ഞാൻ വിളിച്ചു ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു പിതാവെന്നു ഞാൻ വിളിച്ചു ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിനരുവിയായി നിറഞ്ഞു ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ ജീവജല മൈക്കില്ലാതെ മൈക്കില്ലേ? അല്ല അതില്ല അത് വേറെ പോകും ഇത് ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിനരുവിയായി നിറഞ്ഞു സ്നേഹത്തിലെത്തില്ല എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ജീവനാത്മാവിൽ പടരണമേ ജീവനാത്മാവിൽ പടരണമേ ജീവനാത്മാവിൽ പടരണമേ ജീവനാത്മാവിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ ഉപബോധ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ പ്രബോധ മനസ്സിൽ പടരണമേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ എന്നിൽ കത്തി പടരണമേ മനസാക്ഷിയിൽ പടരണമേ മനസാക്ഷിയിൽ പടരണമേ മനസാക്ഷിയിൽ പടരണമേ മനസാക്ഷിയിൽ പടരണമേ മനസാക്ഷിയിൽ പടരണമേ മനസാക്ഷിയിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ ഉപബോധ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ ഉപബോധ മനസ്സിൽ പടരണമേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ ആസക്തികളിൽ പടരണമേ ചിന്തകളിൽ പടരണമേ ചിന്തകളിൽ പടരണമേ ചിന്തകളിൽ പടരണമേ എന്നിൽ കത്തി പടരണമേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ കത്തി പടരണമേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ ഉപബോധ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ ഉപബോധ മനസ്സിൽ പടരണമേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ
ചിന്തകളിൽ പടരണമേ, ഇന്ദ്രിയങ്ങളിൽ പടരണമേ, ഭാവനയിൽ പടരണമേ, മനസാക്ഷിയിൽ പടരണമേ. ഭാവനയിൽ പടരണമേ, മനസാക്ഷിയിൽ പടരണമേ. ഇനി നിങ്ങൾ സ്തുതിക്കുക, ബൈക്കില്ലാതെ നമ്മൾ സ്തുതിക്കാം കേട്ടോ. ശലഹലബല ശലഹലബല ഹലബല ഹലബല ശലബല ഹലബല ഹലബല ഹലബല. ഷാജി എന്താ നോക്കണേ? ശാലബല ഹലബല ശാലബല ഹലബല 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 Shalabarakira, Labarabarakira, Halabara, Labara, Balabala, Shalabala, Halabala, Halabala, Halabala. Hallelujah, 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 Hallelujah. Shalabala, Halabala, Halabala. Shalabala, Labala, Labala. Shadi. Idun. Shalaba, halaba, halaba, halaba. Shalabala, halabala, 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 halabala. Shalabala, bala, 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 bala. Shalabala, bala, 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 bala. Shalabala, labala, bala, 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 bala. Shalabala, bala, 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 bala. Shalabala, bala, 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 bala. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. നിത്യപുരോഹിതന ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങ് പ്രാർത്ഥിക്കണം. അതെ, ഇതൊന്ന് ചേർത്ത് വെച്ചത് ചേർക്കാം. Hallelujah! Hallelujah!
ഇരിക്കാം. എൻ്റെ കർത്താവേ, അങ്ങയെ ഒന്ന് സ്തുതിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. കേരളം ഗോഡ്സ് ഓൺ കൺട്രിയിൽ എനിവേ ഇരിക്കാം എല്ലാവരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ നടത്തിയെങ്കിലും ഇതൊരു പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമുക്കെല്ലാം പെർഫെക്റ്റ് ആവില്ലല്ലോ. ഒരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ടല്ലോ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എല്ലാ ആഴ്ചയിലും പ്രാക്ടീസിലാണ്, മാത്രമല്ല എല്ലാ ദിവസവും പ്രാക്ടീസിലാണ്. എത്ര വർഷമായിട്ട്? 35 വർഷമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് പുതിയ പുതിയ വരങ്ങൾ, പുതിയ പുതിയ ഭാഷകൾ, പുതിയ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതാണ് ക്രിസ്ത്യാനി. പക്ഷെ നമ്മൾ എന്തോ കാര്യം കൊണ്ട് കുറെ പഠിച്ചു പോയി. ടാൻ തീറ്റ, കോസ് തീറ്റ, കോപ്ലാനാർ ഫോഴ്സസ്, പൈത്തഗോറസ് തിയറം, ഇതൊക്കെ പഠിച്ചതുകൊണ്ടായിട്ട് രക്ഷ കിട്ടുമോ? ഈ ടാൻ തീറ്റയും കോസ് തീറ്റയും കൂടി ആത്മാവിന് രക്ഷ കിട്ടുമോ? ഈ ട്രിഗ്നോമെട്രി കിട്ടുമോ? എനിവേ അന്നേപ്പത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യണം. ഈ തോമസ് ലീഹ ഇവിടെ വന്നു എന്ന് വന്നു 1952 വന്നു. 0052 1952 എൻ്റെ ബർത്ത് ഇയറാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റും. ഈ ഓരോന്നും പഠിക്കണ നേരത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചടിച്ച് അതിങ്ങനെ അകത്ത് കിടക്കാം. ഞാൻ മദ്രാസിൽ മൈലാപ്പൂരിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡാണ് സെൻറ് തോമസ് കെയിം ടു ഇന്ത്യ 0052. ഒരിക്കൽ എന്നെ ഒരു വലിയ കമ്പനിയിൽ ഒരു പ്രധാന മെഷീൻ എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനതിന് അപ്ലൈ ചെയ്തു. എനിക്ക് ആ മെഷീനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ആ കമ്പനിയുടെ ഒരു ജനറൽ മാനേജർ, ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മിൺ, ഭുവനേശ്വർ എന്നുള്ള ഒരാളായിരുന്നു. ഇയാൾ എൻ്റെ ബയോഡാറ്റ കണ്ടു. ഓ, യു ആർ മിസ്റ്റർ തോമസ് പോൾ. യെസ് യെസ്. വാട്ട് ക്രിസ്ത്യൻ യു ആർ? വെൻ ഡിഡ് ക്രിസ്ത്യാനിറ്റി കെയിം ടു ഇന്ത്യ? ഹു ഈസ് ദ ഫസ്റ്റ് പോപ്പ്? ഇങ്ങനെ ഇയാൾ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇതെല്ലാത്തിനും ടക്ക് 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 എന്ന് ഞാനങ്ങ് മറുപടി പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, യു ആർ സെലക്ടഡ്. എനിക്കറിയില്ല. വർഷങ്ങൾക്ക് ശേഷം, അല്ല മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പിന്നീട് കാണാനിടയായി. അപ്പൊ ഞാൻ ചോദിച്ചേ, സർ, why did you interview me like that? I have prepared so much about this particular machine, but you never ask anything about it. അതിന് പകരം എൻ്റെ വിശ്വാസത്തിൻ്റെ മേഖലകളെ ചോദിച്ചു. പുള്ളി പറയാണ്, തോമസ്, if a man knows his faith very well, he can do everything. അപ്പൊ ഇത് അയാൾ എവിടുന്ന് പഠിച്ചതാണ്. പിന്നീട് അയാൾ പറഞ്ഞു, ഞാനൊരു കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ബോയാണ്. അപ്പോൾ അങ്ങനെ കോൺവെന്റ് എഡ്യൂക്കേഷൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹം പറഞ്ഞു, പിന്നീട് നവീകരണത്തിലും സുവിശേഷ ഇതിലൊക്കെ വന്നപ്പോഴാണ് ഇത് ഈശോ പറഞ്ഞേക്കണ കാര്യമാണ്. എന്താ ഇതിന് ആനുപാതികമായിട്ട് ഈശോ പറഞ്ഞേക്കണ വചനം? എന്താ ഈശോ പറഞ്ഞേക്കണ വചനം? ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിവേ, അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പിടിക്കണം. നമ്മൾ കേരളം സാക്ഷരത നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ സാക്ഷരത കൂടിക്കൊണ്ട് എല്ലാവരും ദൈവം വേണ്ട
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കാര്യങ്ങൾ നടത്താം. ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അമ്മി, ഞാൻ പരീക്ഷയിൽ പാസ്സായിട്ടോ? ഇനി പറഞ്ഞേക്കരുത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാ പ്രാർത്ഥിച്ചു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാ പാസ്സായി. ഇതാണ് മക്കൾ നമ്മളോട് ഇപ്പോൾ പറയണതില്ലേ. എന്തെങ്കിലും ആവട്ടെ, നീ പറഞ്ഞോ, എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. ഒന്ന്, നമ്മളിപ്പോഴും പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനുണ്ട്. രണ്ട് കാര്യമാണ് ഇവിടെ. ഒന്ന്, നമ്മളെല്ലാവരും ഒരു മിസ്റ്റർ ആവലാതിയും മിസ്സിസ് വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ്. എല്ലാവരുടെയും ഒരു കൺസേൺ ഈ ഭാവി തലമുറ, മക്കളും കുഞ്ഞുമക്കൾക്കും എന്ത് സംഭവിക്കും, അവരെങ്ങനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. ഇതൊരു ട്രാക്ക്, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡീൽ ചെയ്യാം. ഇപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് ആ വചനം പറഞ്ഞത്, ഏഷ്യ 59:21 പറഞ്ഞത്. പക്ഷെ അതിപ്പോഴും അങ്ങ് ക്ലിയർ ആയിട്ടില്ല ആർക്കും. അത് നമുക്ക് ഡീൽ ചെയ്യാം. പക്ഷേ ഈ വരദാനങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തുകൊണ്ടാണ് എല്ലാവരിലും കർത്താവിൻ്റെ ആത്മാവുണ്ട്? പെന്തക്കോസ്തായിൽ എന്താണ് ജോയൽ പ്രവാചകന്റെ വചനം? അവസാന നാളുകളിൽ എൻ്റെ ആത്മാവിനെ ആരിൽ വർഷിക്കും? എല്ലാവരിലും വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. അത് കഴിഞ്ഞ് രണ്ടാമത് 18-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ സേവകർ, അതായത് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാവരും പ്രവചിക്കും. എന്നിട്ട് എവിടെ എല്ലാവരും പ്രവചിക്കണേ? ഇത്രയും നാള് കേരളത്തിൽ, അതായത് 60 വർഷം അല്ലെങ്കിൽ എത്ര വർഷമായി കരിസ്മാറ്റിക് നവീകരണം തുടങ്ങി? ജൂബിലിയാണ്. ഇവിടെ ജൂബിലിയുടെ ബോർഡ് കണ്ട പുറവശത്ത്. ഈ ജൂബിലിയൊക്കെ ആഘോഷിച്ചിട്ട് എന്ത് കാര്യം? ഒരാൾക്ക് പോലും പ്രവചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, 50 വർഷമായി നവീകരണത്തിൽ വന്നിട്ട് അതിനകത്ത് ഒരുപാട് പേര് 40 വർഷമൊക്കെ നവീകരണത്തിലുള്ള ആൾക്കാരാണ്. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ പ്രവചിക്കുന്നില്ലെങ്കിൽ ഇത് വിട്ടിട്ട് പോടോ. എന്ന് നമ്മളോട് തന്നെ പറയുന്നു. അപ്പൊ എന്തായിരിക്കാം അതിന് കാരണം? അതിന് കാരണം ഇതാണ്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ശരിയല്ല. ഞാൻ ആൾക്കാരിൽ ചോദിക്കും, നവീകരണത്തിൽ സുവിശേഷ പ്രഘോഷകരായിട്ടുള്ളവർ തന്നെ ഒരു വരണ്ട അവസ്ഥയിൽ വരുമ്പോൾ അവർ എൻ്റെ അടുത്ത് വരും, ബ്രദറെ ഒന്ന് സഹായിക്കാമോ, ഞാനിങ്ങനെ ഫുൾ ടൈം സുവിശേഷ വേലയിലാണ്. പ്രശ്നമോ? തീർച്ചയായിട്ടും എനിക്ക് ഇന്ന പ്രശ്നങ്ങളാണ്, ഭയങ്കര ഒരു വരൾച്ചയാണ്. അപ്പോൾ ഞാൻ പറയും, വെയിറ്റ് എ മിനിറ്റ്, കൂടുതൽ പറയണയ്ക്ക് മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര സമയം വ്യക്തിപരമായി പ്രാർത്ഥിക്കും? ഒട്ടും സമയമില്ല. അതുപോലെ ശുശ്രൂഷകളാണ്. വെളുപ്പിന് തന്നെ ഓൺലൈൻ പ്രോഗ്രാം, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന, പിന്നെ ഗ്രൂപ്പ്, പിന്നെ ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ഭയങ്കര ബിസിയാ ബ്രദറെ. എൻ്റെ മോനെ, ഈശോ മിശിഹാ പോലും രാവിലെ എഴുന്നേറ്റ് പേഴ്സണൽ പ്രെയർ നടത്താണ്ട് ഒരു കാര്യം ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വളരെ പ്രധാന ഒരു പ്രോബ്ലം. നമ്മൾ വേണ്ട പേഴ്സണൽ പ്രെയർ ചെയ്യുന്നേയില്ല. ചിലർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വേണ്ട മാതിരി ചെയ്യുന്നില്ല. ഇത് ഞാൻ ഒരു സഹോദര തുല്യം സ്നേഹത്തോടെ, മാതാവിൻ്റെ വാത്സല്യത്തോടെ നിങ്ങളോട് പറയാം, ഇത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിലുള്ള വരദാനങ്ങളുടെ ആ ചാരം പോകാത്തത്. വരദാനങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ മീതെ കുറേ സ്റ്റോറേജാണ്, കുറേ കച്ചറ സ്റ്റോറേജ്. നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പരിശ്രമിക്കായിരുന്നു എൻ്റെ ഈ ഐഫോണിൽ
തുറക്കുമ്പോൾ അവർ പറയും ഇതിൻ്റെ സ്റ്റോറേജിൽ കുറേ ചപ്പുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ആക്കണം. പലരോടും ചോദിച്ചിട്ട് ഇതിൻ്റെ ഈ സ്റ്റോറേജ് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. പലരും പറഞ്ഞ് അങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ചെയ്ത് നോക്ക്, അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവിടെ ഒന്നുമില്ല. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവെ നീ ഇത് കാണിച്ചു തന്നേ പറ്റും. ഇവിടെ ഇരുന്ന് അവിടെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരെണ്ണം കാണാണ്, ഹിഡൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട്. സീക്രട്ട് സ്റ്റോറേജ്. അപ്പൊ അതിനകത്ത് കുത്തിയപ്പോ ദേ കിടക്കണ് പഴയ ഈ ഫോൺ തുടങ്ങിയ കാലത്ത് മുതലുള്ള കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉടനെ അത് ക്ലിയർ ആക്കിയപ്പോൾ സംഭവം ക്ലിയർ ആയി. അതിപ്പോ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തണം, കുമ്പസാരിക്കണം. പക്ഷേ നമ്മൾ അറിയാണ്ട് ഒരു ഹിഡൻ സ്റ്റോറേജ് നമ്മുടെ അകത്തുണ്ട്. അപ്പൊ അതാണ് ഈ പേഴ്സൺ പേര് തുറന്നു കഴിഞ്ഞാൽ ഇതിലാദ്യം കാണുന്നത് ട്രയാങ്കിളും സർക്കിളുമാണ്. അതെന്തുകൊണ്ടാണ്? ഒരു എൻജിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഇല്ലേ? നമ്മൾക്ക് എൻജിനീയേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പഠിക്കണ എന്താ? ട്രയാങ്കിളും സർക്കിളും കൊണ്ടാണ് സകല സർക്കസും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതെവിടെയാ? നമ്മുടെ ആത്മാവിലാണ്. എന്താണ് ആ ട്രയാങ്കിൾ? നമ്മളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവം. അങ്ങനെ ഒരു പാട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ത്രിത്വൈക ദൈവമേ അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നും ഞാനായി. വലിയ കവിത ഒന്നുമില്ല, ഉള്ള കാര്യമാണ്. എന്താ? ത്രിത്വൈക ദൈവമേ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഓക്കെ. അപ്പോൾ കാര്യം നമ്മൾ കുരിശ് വരയ്ക്കുന്നുണ്ടെങ്കിലും ഒന്ന് കുരിശ് വരച്ച എല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും നമ്മൾ ഇത്തിരി നീണ്ടു കുരിശ് വരയ്ക്കുകയാണ്. കുരിശിൻ്റെ അടയാളത്താലെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എവിടെയാ ശത്രു? ശത്രു നമ്മുടെ അകത്ത് തന്നെയാണ്. എവിടെ ശത്രു? നമ്മുടെ അധരമാണ് ശത്രു. നമ്മുടെ ചുണ്ടും അധരവും ശത്രുവാണ്. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. തമ്പുരാൻ എവിടെയാ? തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ തന്നെ. ആരാണ് ഈ തമ്പുരാൻ? പിതാവിൻ്റെയും പുത്രൻ്റെയും. കണ്ടോ, പിതാവും പുത്രനെ അയച്ചു നമ്മളിലേക്ക്. മനുഷ്യാവതാരം കണ്ടോ, മനുഷ്യാവതാരത്തിലൂടെ നമ്മളെല്ലാവരും സകല ജാതി മതസ്ഥരും ഈ സുവിശേഷം അല്ലെങ്കിൽ എവാഞ്ചലൈസേഷനെ ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ആരെയാണ് എവാഞ്ചലൈസ് ചെയ്യേണ്ടത്? ഇന്നവരെ യേശുവിനെ കേൾക്കാത്തവരും നാനാജാതി മതസ്ഥരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അവരെല്ലാം മനുഷ്യാവതാരത്തിലൂടെ യേശുവിൻ്റെ ശരീരത്തിലാണ്. അവരിൽ ത്രിത്വൈക ദൈവമുണ്ട്. അവരിൽ ത്രിത്വൈക ദൈവം ഉണ്ട്. അതെങ്ങനെയാ? മാമോദീസ സ്വീകരിച്ചാലല്ലേ ത്രിത്വം ഉണ്ടാകുകയുള്ളൂ? അങ്ങനെയല്ല. അവരെ ആരാ സൃഷ്ടിച്ചേ? അപ്പോ സൃഷ്ടാവ് തന്നെ സൃഷ്ടിയിൽ തന്നെ അവരുമായിട്ട് ഒന്നായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രന്റെ അവതീർണ വചനമായിട്ട് എല്ലാ മനുഷ്യരെയും തന്റെ ശരീരത്തിൽ ഒന്നാക്കി. ആ റിഡംബറിസ് മിസ്യോ പുസ്തകം തന്നെ ഇപ്പം കൊണ്ടുവന്ന് പിന്നെ ഇല്ലില്ല, ഇറ്റ്സ് ഓക്കെ. അവിടെ ബാക്കിലിരിക്കുന്ന ആളുണ്ട് പറയാം. അപ്പം അതിൽ ഞാൻ ഇന്നലെ പുസ്തകങ്ങൾ കൊണ്ടുവന്നില്ല. അപ്പോൾ ഒരാളത് ഓൾറെഡി പ്രിന്റ് ചെയ്തപ്പോൾ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഐ എം പ്രൗഡ് ഓഫ് യു. ഇതാണ് റിഡംബറിസ് മിസ്യോ.
ഇതിപ്പോൾ ഫോട്ടോ ഏതോ ഷോപ്പിൽ കൊടുത്ത് പ്രിന്റ് ചെയ്യിച്ചതാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ പറയുന്നത് യേശു ലോകരക്ഷകനാണ്. യേശു ലോകരക്ഷകൻ. യേശു ലോകരക്ഷകൻ. അല്ലോ, മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ജഡം ധരിച്ച് മനുഷ്യനായി. ഇത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണല്ലോ. ആ റെഫറൻസ് ഇവിടെ നമ്പർ കിട്ടിയില്ല. വീണ്ടെടുപ്പ് സംഭവം കണ്ടോ, സമസ്ത ജനങ്ങൾക്കും രക്ഷ നൽകുന്നതാണ് എന്ന് പറഞ്ഞ എല്ലാവരും. സമസ്ത ജനങ്ങൾ. ഇതൊന്ന് വിശ്വസിക്കാമോ? നമ്മൾ ഒരാളെയും അന്യജാതി എന്ന് പറയരുത്, വിജാതി എന്ന് പറയരുത്. വിജാതിയൻ എന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് യഹൂദര് അല്ലാത്തവരെ യഹൂദര് വിജാതിയർ എന്ന് പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടോ? നമ്മളാരാ ആ കണക്കിന്? നമ്മൾ വിജാതിയല്ല. പക്ഷെ നമ്മളിപ്പോ പറയണത് ക്രിസ്ത്യാനികളല്ലാത്തവരൊക്കെ വിജാതിയർന്നാണ്. നമ്മൾ ഡിവൈനിലെ ആദ്യകാലങ്ങളിൽ പനക്കരച്ചൻ എന്നൊരു കാര്യം ഏൽപ്പിച്ചു. അപ്പൊ അന്ന് അവിടെ പറയണത് അക്രൈസ്തവർ അവർക്ക് വേണ്ടി മാത്രം ഒരു ധ്യാനം. അതൊരു ധ്യാനമായിരുന്നു, 10 ദിവസത്തെ ധ്യാനം. അപ്പൊ അതിൽ ഏറ്റവും ആകർഷിച്ച വചനം കൊളോസോസ് 1:27, 1:26-27. ഡേവിഡ് പറയാമോ? കൊളോസോസ് 1:26-27 എന്താ? കൊളോസോസ് 1:26-27 എന്താണത്? യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, ഈ രഹസ്യമാകട്ടെ. ആയിട്ടില്ല. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാത്രേ. ഇത് എന്റെ കാര്യമാണ് കേട്ടോ. അവൻ എന്നിൽ ശക്തമായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകുമ്പോഴേ എന്നെ ഒന്ന് ഓർത്താ മതി. എന്താണ് അവിടെ പറയണത്? നമ്മൾക്ക് സൗകര്യമുള്ളപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. വില കൊടുക്കണം, കഷ്ടപ്പെടണം, സഹിക്കണം, ത്യാഗം അനുഭവിക്കണം. അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കണ്ടോ കഠിനമായി. അപ്പൊ ഇവിടെ എനിക്കറിയില്ല അവരുടെ. അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ഒരു വചനം വേറെ യോഹന്നാൻ 14
ഈശോ പറഞ്ഞു, ഫിലിപ്പോസ് പറഞ്ഞു, അങ്ങക്ക് പിതാവിനെ കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ഈശോ പറഞ്ഞു, ഫിലിപ്പോസേ, ഇക്കാലമത്രയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളിൽ ഈശോ ഉണ്ട്, പക്ഷെ നിങ്ങൾ അറിയണില്ല. ഈശോ ഉണ്ടെങ്കിൽ ഈശോ ഉള്ളിടത്ത് വേറെ ആരുണ്ട്? പിതാവുണ്ട്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. തോമസ് പോളെ ഒന്ന് പറഞ്ഞ എല്ലാവരും, ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട്, ഇക്കാലം അത്രയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും നീ എന്നെ അറിയുന്നില്ലേ തോമസ് പോളെ? പറഞ്ഞോ? നിങ്ങൾ ഓരോരുത്തരുടെയും പേരൊന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, പേര് അവസാനമാണ്. ഇക്കാലമത്രയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? തോമസ് പോളെ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. ക്ലൈമാക്സ് ഒന്നുമില്ല. അപ്പോൾ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ എല്ലാവരും മാമോദീസ സ്വീകരിക്കാത്തവരാണ്. അപ്പം അതിലൊരു അമ്മച്ചി ചട്ടയും മുണ്ടും ഈ പഴയകാലത്തെ സ്റ്റൈലിൽ ഉള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ട് പറയാണ്, എന്നെ ഏറ്റവും സ്പർശിച്ചത് ഇതാണ്, ഇക്കാലമത്രയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും കാർത്തിയാനി നീ എന്നെ അറിയുന്നില്ലേ? ഞാൻ പറഞ്ഞു, നീ മാമോദീസ സ്വീകരിക്കുമ്പോഴേ നിന്റെ പേര് മാറ്റരുത്. നമുക്കൊരു വിശുദ്ധ കാർത്തിയാനി പുണ്യവതി ഉണ്ടാകണം. അങ്ങനെയൊക്കെ എന്തിനു പറയണു? 10 ദിവസം ധ്യാനം കഴിഞ്ഞിട്ട് ഇവര് ജ്വലിച്ചുകൊണ്ട് വോട്ടിനെ സകലം തകർപ്പൊന്നും വിചാരിച്ചോണ്ട് പോകണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എടുത്ത് പിടിച്ചൊന്നും ചെയ്യരുത്, സാവധാനം. അതായത് അവരിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവരിൽ പരിശുദ്ധാത്മാവുണ്ട്, അവർ വരദാനങ്ങൾ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സുവിശേഷവൽക്കരിക്കണമെങ്കിൽ ആദ്യം ഈ ഒരു കോൺസെപ്റ്റ്, അപ്പോൾ അത് കൃത്യമായിട്ട് ഈ റിഡംറ്റോറിസ് മിസ്സിയോയുടെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ യേശു ഏകരക്ഷകൻ. അപ്പോൾ ഇവിടെ പറയാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ, ആ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ, വീണ്ടെടുപ്പ് സംഭവം സമസ്ത ജനങ്ങൾക്കും രക്ഷ നൽകുന്നതാണ്. കാരണം വീണ്ടെടുപ്പ് എന്ന രക്ഷാകര രഹസ്യത്തിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ രഹസ്യത്തിലൂടെ ക്രിസ്തു നാം ഓരോരുത്തരുടെയും ഏകീഭവിക്കുന്നു. വിശ്വാസത്തിലൂടെ മാത്രമേ സഭയുടെ മിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം തന്നെയാണ് ആ ദൗത്യത്തിൻ്റെ അടിത്തറയും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വായിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാനിതെല്ലാം പറയാൻ തുടങ്ങുന്നതിൻ്റെ കാരണം, എല്ലാവരിലും ക്രിസ്തു ഉണ്ട്, എല്ലാവരിലും ത്രിത്വമുണ്ട്. മാമോദീസ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരിലും ത്രിത്വമുണ്ട്. കാരണം ത്രിത്വൈക ദൈവമാണ് മനുഷ്യരെ എല്ലാവരെയും തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പിന്നെ എന്തിനാണ് മാമോദീസ? അത് ഇനി വേറെ പഠിക്കണം. എന്തിനാ മാമോദീസ? അപ്പൊ മാമോദീസയിലൂടെ നാം എല്ലാവരും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകുകയും യേശുവിൻ്റെ അവയവമാകുകയും നമ്മളിൽ രക്ഷയുടെ പൂർണ്ണമായ അനുഭവം ലഭിക്കുകയും നമ്മുടെ ആത്മാവിൽ യേശു മുദ്ര കുത്തുകയും ചെയ്തിരിക്കുന്നു. മുദ്ര, അതായത് ഇനി യു ബിലോങ് ടു മീ, നീ എനിക്കുള്ളതാണ്. അച്ചാരമായിട്ട് ഈ അനാദി മുതൽ അനന്തത വരെയുള്ള ആ കാര്യങ്ങൾ നിനക്ക് തന്നിരിക്കുന്നു. ഇനി നീ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുവേലക്കാരനായിട്ട്
ജോലി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. നിനക്ക് എൻ്റെ എല്ലാ കൃപകളും അവകാശമായിട്ട്. ഇപ്പം ചില കാര്യങ്ങൾ ഞാൻ ഓരോ ആഴ്ചയിലും പറയണോണ്ട് എവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞൊന്നും ചിലപ്പോൾ ഓർമ്മയില്ല, ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആയിരിക്കാം. ആ രക്തസ്രാവക്കാരി സ്ത്രീ വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിലൊന്നും തൊട്ടപ്പോഴേക്കും ഈശോ ആരാണ് എന്നെ തൊട്ടത്? എല്ലാവരും അന്തപ്പെട്ടു. എല്ലാവരും തൊട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇല്ല, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്നും ശക്തി. അപ്പൊ ഞാനൊരു ദിവസം കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, അപ്പോ കർത്താവിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ആ പെണ്ണ് എന്തിനാ തൊട്ടേ? പെർമിഷൻ ഇല്ലാണ്ട് അവളെ എങ്ങനെ ശക്തി വിളിച്ചെടുത്തേ? അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ഒരു പെർമിഷന്റെ ആവശ്യമില്ല. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ, എന്നെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കടിച്ചു വെച്ച് തിന്നണില്ലേ? വല്ല പെർമിഷൻ ഉണ്ടായിട്ടാണോ? എന്റെ രക്തം പാനം ചെയ്യുന്നില്ലേ? ഇനി എന്താ വേണ്ടേ? നിങ്ങൾക്ക് എൻ്റെ സകല സമ്പത്തും സകല ശക്തിക്കും അവകാശമാണ്. അതാണ് അവള് അങ്ങനെ ചെയ്തത്. എനിക്ക് അവൾ ചെയ്തതിൽ അഭിമാനമാണ്. അവൾ വിശ്വസിച്ചു, ഈ ദൈവം എന്റേതാണ്, എനിക്ക് ഇയാളെ ഒന്ന് തൊട്ടാ മതി, എന്റെ സകല രോഗം മാറുന്നു. പിതാക്കന്മാരതിനെ വ്യാഖ്യാനിക്കുന്ന ഇതാണ്. നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് പഠിക്കണം. നമ്മൾ വിശ്വാസികൾ വിശുദ്ധ ഉദാശകളിലൂടെ ഈശോ നമ്മളെ തൊടുക മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ലയിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശുഷ്കിച്ച അവസ്ഥ കൊണ്ട് നമുക്ക് ഒരനക്കൂല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വെറും എന്താ പറയാ, ഇതൊന്നവിടെ വെച്ചേ, വെറും അനുഷ്ഠാനങ്ങളായി പോവുകയാണ്. അനുഷ്ഠാനം. പിള്ളേരെ കൊന്തല്ല സഭ, കൊന്തലടാ, ആ കൊന്തയില്ല. എന്തിനീ കൊന്തേലടെ? എന്താ കൊന്തയിൽ കിട്ടുന്നത്? ഖുർആനിക്ക് പോകാൻ സമയടാ, ഖുർആനിക്ക് പോടാ, ആ ഖുർആനിക്ക്. ഈ അനുഷ്ഠാനത്തിൽ നിന്ന് വിട്ട് അനുഭവത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വരണം. എന്തുകൊണ്ട് ഒരുപാട് പേർക്ക് വരദാനങ്ങളെ പൂർണ്ണമായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിൽ, നമ്മുടെ മനസ്സിൽ, അബോധ മനസ്സിൽ, ഉപബോധ മനസ്സിൽ, ഇന്ദ്രിയങ്ങളിൽ, മനസാക്ഷിയിൽ നമ്മളറിയാതെ കെട്ടിക്കിടക്കുന്ന ചില ഹിഡൻ സ്റ്റോറേജാണ്. ഹിഡൻ സ്റ്റോറേജ്, അതിനെ ഡിലീറ്റ് ആക്കണം. അപ്പം നമ്മുടെ ടീമിൽ, അതായത് കുറച്ച് നാൾ മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ പറയും, പ്രത്യേകിച്ച് ഓൺലൈൻ, എൻ്റെ ഒരു ക്യാരിസം, എനിക്ക് പല ക്യാരിസങ്ങളുണ്ട്. അതിലെൻ്റെ ഒരു ക്യാരിസം മറ്റുള്ളവരുടെ ക്യാരിസം മനസ്സിലാക്കാനാണ്. ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ഓടി വരും. അപ്പം എൻ്റെ അടുത്ത് വരുന്നവരെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരിലുള്ള ക്യാരിസം ഒരു പ്രവചനമായിട്ട് എന്നിലൂടെ പുറത്തു വരും. നിങ്ങളിപ്പോൾ വരണ്ട, അവസാന ദിവസം, അതായത് നാളെ, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആ സമയത്ത് പ്രവചനമായിട്ട് നിങ്ങളിലെ ക്യാരിസം എൻ്റെ അതിരത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയും കേട്ടോ. അതുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ റെക്കോർഡ് ചെയ്തോ, അല്ലെങ്കിൽ അത് ഇവിടുത്തെ ലൈവ് പ്രോഗ്രാമിലുണ്ടാവും. അത് സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കും? അത് പ്രവചനമാണ്. അപ്പം ഞാൻ ഈ ഓൺലൈൻ അഭിഷേക പ്രാർത്ഥനയുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു ക്യാരിസം ഇതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. പെട്ടെന്ന് വിളിക്കരുത്, മെസ്സേജ് ഇടുക,
നിങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ സൗകര്യം പോലെ അങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രവചനമായിട്ട് നിങ്ങളിലെ ക്യാരിസം എന്താണെന്ന് പുറത്തു വരും. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വിളി വന്നേക്കണം. ഉടനെ തന്നെ ഒരു വിളി. അപ്പം ഞാൻ പറഞ്ഞു വിളിക്കരുത്, മെസ്സേജ് ഇടാൻ. പക്ഷെ എന്തോ ആ വിളി കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു, ഫോൺ എടുക്കുക. അങ്ങനെ ഫോൺ എടുത്തപ്പോൾ കേൾക്കുകയാണ്, ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് വിളിക്കണേ, ഞാനൊരു സയൻറ്റിസ്റ്റാണ്, എൻ്റെ പേര് ഡോക്ടർ ട്രെസൻ മാത്യു. ബ്രദർ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ക്യാരിസ് എന്താണോ ഒന്ന് പറയാൻ പറ്റും. ഏതാണ്ട് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് നടക്കണമായിരുന്നു. എന്നാലും ഞാനതങ്ങ് പരിശുദ്ധാത്മാവ് നയിക്കുന്നതായിട്ട് എടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ മകളിലുള്ള വരദാനങ്ങളെ വെളിപ്പെടുത്തി തരണേ എന്ന് പറയല്ല, പ്രവചനം അങ്ങ് വന്നു. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രവചനം വന്നു, ശലമാറാക്കി. അപ്പോൾ പ്രവചനം വരുമ്പോൾ ആദ്യം അത് ഭാഷാപരത്തിലാണ് എനിക്ക് അധികം വരണത്. മകളെ, നിന്നിൽ പ്രവചനപരമുണ്ട്, ദർശനപരമുണ്ട്, ഭാഷാപരമുണ്ട്, പ്രവചനത്തിന്റെ വ്യാഖ്യാനപരമുണ്ട്, രോഗശാന്തിപരമുണ്ട്, പ്രഘോഷണപരമുണ്ട്. ആത്മാക്കള് പടപടപടേങ്കിലും എനിക്ക് തന്നെ അത്ഭുത ദൈവം ഇതെന്താണത്, അവരൊരു സയന്റിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇത്രയും വരദാനങ്ങൾ. ഇത് കേട്ടതോടെ അവരങ്ങ് ജ്വലിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം, എനിക്കിത് ഇന്നേ വരെ അറിയില്ല. അതാണ് ഈ വരദാന അഭിഷേകത്തിൻ്റെ ആവശ്യം. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഇത്രയും നാളും ടെസ്റ്റ് ട്യൂബും കെമിക്കൽസുമായിട്ട് സയൻറ്റിസ്റ്റായിട്ട് വളർച്ചു, നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങളിൽ ഈ വരങ്ങളും ഉണ്ട്. ഇപ്പം ചെയ്യേണ്ടത് ആദ്യം ഈ പേഴ്സണൽ പ്രെയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിങ്ങൾ 2-3 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഈ വരങ്ങളെ ഒതുക്കി പിടിച്ചിട്ടുള്ള ചില സ്വാധീനങ്ങളാകാം, ചില മലിനതകളാകാം, ചില തെറ്റായ ധാരണകളായാം, ഇതൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം. ഇത് വിശുദ്ധീകരിക്കുമ്പോൾ താനെ ഈ വരങ്ങൾ പുറത്തു വരുന്നു. ഞാൻ അത് ഉടനെ ചെയ്യാമെന്നോ. അങ്ങനെ ഈ വ്യക്തിപരമായ പ്രാർത്ഥന അവർ ആദ്യം ഒരു പ്രാവശ്യം ഫുൾ വായിച്ചപ്പോൾ അത് നല്ല കാര്യമാണല്ലോ. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ എടുക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇത് വീണ്ടും ശരിക്കും അവർ പ്രാർത്ഥിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. നമ്മളുടെ അകത്ത് കെട്ടിക്കിടക്കുന്ന പല അശുദ്ധി അല്ലെങ്കിൽ നോട്ട് ഗുഡ് തിങ്സ്, കുംസാരം ഒക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ ചില ഹിഡൻ കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര ഒരു അനുഭവമായി. പ്രാർത്ഥന നിർത്താൻ പറ്റില്ല. 4-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു, വാതിലടച്ചിട്ട് വ്യക്തിപരമായി നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ പിള്ളേരോടൊക്കെ പറഞ്ഞു, ഞാൻ കുറച്ച് നേരത്തേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങളാരും ഡിസ്റ്റർബ് ചെയ്യരുത്. അവരുടെ ഭർത്താവും ഒരു ഡോക്ടറാണ്, സയൻറ്റിസ്റ്റാണ്. ഭർത്താവ് പറഞ്ഞു ഫോൺ ഓൺ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ച് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഫോൺ ഓൺ ചെയ്യാൻ പറഞ്ഞു. റെക്കോർഡ് അമർത്തുകയല്ല, ഇവരിൽ നിന്ന് പ്രവചനം വരാൻ തുടങ്ങി. ഭാഷാപരത്തിലുള്ള പ്രവചനം ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ആള് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയണു, കണ്ണുനീരൊഴുകണു, വലിയ അഭിഷേകം. പക്ഷേ പ്രവചനം, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രവചനം വരും. പക്ഷെ അത് ഭാഷാപരത്തിലാണെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ എനിക്ക് അയച്ചോളൂ, ഞാൻ വ്യാഖ്യാനിക്കാം. അപ്പം എനിക്ക് ഭാഷാപരത്തിന് വ്യാഖ്യാനിക്കാനും എല്ലാത്തിനും വ്യാഖ്യാനിക്കാം. സ്വപ്നത്തിന് വ്യാഖ്യാനിക്കാം ഭാഷാപരത്തിൽ, അല്ലെങ്കിൽ
ചില എഴുത്തുകളിങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കും, നമുക്കൊരു മനസ്സിലാവില്ല, അതൊക്കെ വ്യാഖ്യാനിക്കാനുള്ള വരമുണ്ട്. അതുപോലെ ദർശനപരം തന്നെ വ്യാഖ്യാനിക്കണം. അപ്പോൾ ഇതൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി തന്നേക്കണതാണ് എനിക്ക്, അല്ലാണ്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. അപ്പൊ ഇവര് ഉടനെ എന്നെ വിളിച്ചു. അന്ന് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. ഈ വ്യക്തിപരമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഷാപരം വന്നു, അല്ല പ്രവചനം വന്നു. ഞാനത് അയച്ചു തരാം. അങ്ങനെ അയച്ചു തന്നു. ഞാനത് കേട്ടപ്പോൾ ദൈവമേ, അതിൻ്റെ വ്യാഖ്യാനം വന്നത് അതിശക്തമായ ഒരു അഭിഷേകത്തിൻ്റെ സന്ദേശവും അവരുടെ വിളിയെക്കുറിച്ചും അവരിലൂടെ ലോകം മുഴുവനും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണതിനെ കുറിച്ചെല്ലാം. അത് കേട്ട് കഴിഞ്ഞതോടെ അവർ ആൾമോസ്റ്റ് മോഹാത്സ്യപ്പെട്ട് വീഴും, അല്ലെങ്കിൽ അവർ മരിക്കാൻ പോണമായി തോന്നി. അത് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എനിക്കിപ്പോൾ മനസ്സിലായി, ശരിക്കും ഇത് എൻ്റെ അകത്തുള്ള വരമാണ്. ഞാൻ പറഞ്ഞു, അടുത്ത മാസം ജർമ്മനിയിൽ, ഇത് എന്താണ് സ്ഥലം? സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൽ നിന്ന് ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് 18-20 hours ഫ്ലൈറ്റാണ്. എങ്കിലും ജർമ്മനിയിൽ പ്രവചനപരത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുണ്ട്. നിങ്ങൾക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ വരാം. അങ്ങനെ അവർ വന്നു. അവിടെ വന്നു കഴിഞ്ഞതോടെ ഈ പ്രവാചക വൃന്ദത്തിൻ്റെ അകത്തേക്ക് വന്നു. കേട്ടില്ല നമ്മളിതിൽ ബാൻഡ് ഓഫ് പ്രോഫറ്റ്സ്. അത് വളരെ കാര്യം. നമുക്ക് ഇതിനുള്ള ഒരു വാതാവരൺ, ഒരു സാഹചര്യം എവിടെയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, വള്ളമുണ്ടാകേണ്ട കാര്യമില്ല. വള്ളം ഓടണമെങ്കിൽ വെള്ളം വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം 5 ദിവസം വരദാനങ്ങളെ ക്രയവിക്രയം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഇതുപോലത്തെ ഒരു സാഹചര്യം ഈ കേരളത്തിലോ ലോകത്തിലോ എവിടെയെങ്കിലും നിങ്ങൾക്കുണ്ടോ? പറയും, ഉണ്ടോ? ഇത് ഈ എമ്മാവൂസിൽ മാത്രമേ സാധിക്കുള്ളൂ. അത് അതിൻ്റെ ഒറിജിനൽ കാരിസമാണ്. എന്തിനാണ് എമ്മാവൂസ്? ഇത് പ്രത്യേകിച്ച് ഒരു ലൈറ്റി ഫോർമേഷൻ സെന്റർ എന്നും കൂടിയാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പൊ അൽമായരിലും എന്ന് മാത്രമല്ല വൈദികരിലും സന്യസ്തരിലുമുള്ള വരങ്ങൾ പുറത്തു വന്നാലേ നമ്മളുടെ ശക്തിയുള്ളൂ. ഞാൻ പറയാണ്, ഞാൻ 40 വർഷം ഭയങ്കര ഫേമസ് എഞ്ചിനീയർ, ഈ ഇന്ത്യയിൽ വേണ്ടപ്പെട്ട ഒരു എഞ്ചിനീയർ. ഒരു ഫാക്ടറി നാഗപ്പൂര് വർക്ക് ചെയ്യണില്ല, 3 ദിവസമായിട്ട് ഫാക്ടറി അടഞ്ഞു കിടക്കണം. അവർക്ക് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ, പ്രോബ്ലം എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ കേട്ടു, ബോംബെയിലെ ഒരു കൺസൾട്ടിങ് കമ്പനിയിലെ ഒരു ഫേമസ് എഞ്ചിനീയർ, അയാൾ വിളിച്ചാൽ കാര്യം നടക്കും. തോമസ് പോൾ. ഞാൻ ഓഫീസിൽ വരുമ്പോൾ രാവിലെ എൻ്റെ ബോസ് ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ട് ഗേറ്റിൽ നിൽക്കാൻ, തോമസ് യു ഹാവ് ടു ഫ്ലൈ ഇൻ ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു നാഗ്പൂർ, ദർ ഇസ് എ ഫാക്ടറി, ഈസ് നോട്ട് ഏബിൾ ടു വർക്ക്, യു ഹാവ് ടു ഗോ. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഫാക്ടറിയുടെ ഒന്നും അറിയില്ല. നോ യു ഗോ, തിങ്സ് വിൽ ബി ഡൺ. ഇങ്ങനെ ഒരു വിചാരമാണ്, നീ അവിടെ ചെന്നാൽ മതി, കാര്യം നടക്കുന്നു. അതുപോലത്തെ ഒരു ഫേമസ് എഞ്ചിനീയർ ആയിരുന്നു ഞാൻ. എന്നാൽ ഈ ഫേമസ് എഞ്ചിനീയർ നടത്തണത് എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ ഞാനെന്ത് പറയാനാ, ആരും എന്നെ കേൾക്കണില്ല. എനിക്ക് ആ മെഷീനെ കുറിച്ച് ഒരറിവില്ല. ഞാൻ അവിടെ ചെന്ന് നാഗ്പൂരി എന്നപ്പോ എന്നെ ഇവര് പൊക്കിക്കൊണ്ടുപോയി ഏതാണ്ട് രക്ഷകൻ വന്നേക്കണം. ആ എഞ്ചിൻ ഒരു വലിയ ബ്രഹ്മാണ്ഡമായൊരു മെഷീൻ, അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി. ഇതാണ് എഞ്ചിൻ, ഇത് വർക്ക് ചെയ്യണില്ല. സാറിന് മാത്രം അറിയുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞു, ശരി ഞാനൊന്ന് ശരിക്ക് നോക്കട്ടെ, നിങ്ങൾ പുറത്ത് പോയിക്കോളൂന്നും പറഞ്ഞ് വാതിലടച്ചിട്ട് ഞാനെന്താ ചെയ്യണേ? ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ, നിനക്കെല്ലാം അറിയാമല്ലോ, സർവജ്ഞാനിയായ ദൈവമേ, ഈ മെഷീനും നീ തന്നെയാ സൃഷ്ടിച്ചേക്കണം.
എന്താണ് ഇതിൻ്റെ ഡിഫക്റ്റ്, ഏത് ഭാഗത്താണെന്ന് നിനക്കറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരണേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. വിത്തിൻ സെക്കൻഡ്സ് കർത്താവ് പറഞ്ഞു തന്നു. ക്യാൻ യു ബിലീവ് ഇറ്റ്? പറയാണ്, ആ റൈറ്റ് സൈഡിലുള്ള വലിയ ബെയറിങ് അത് തുറക്ക്, ഒരു പ്രശ്നമില്ല. അതിൻ്റെ അകത്ത് എക്സസ് ഗ്രീസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഈ ബെയറിങ്ങിലെ ലൂബ്രിക്കൻ്റ് ആണ് ഗ്രീസ്. എന്ത് സാധനവും അധികം കഴിക്കരുത്, അധികം. അപ്പോൾ ഈ ലൂബ്രിക്കൻറ്റിന് ഒരു കൺട്രോൾ ഉണ്ട്. അത് കൂടുതലായി കഴിഞ്ഞാൽ, ഈ ഗ്രീസ് കൂടുതലായി കഴിഞ്ഞാൽ ആ ബെയറിങ്സിൻ്റെ റോളേഴ്സ് ജാമാവും, അത് വർക്ക് ചെയ്യില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ വലിയ സ്പാനറൊക്കെ എടുത്ത് അത് തുറന്ന് അതിൻ്റെ കവറെടുത്ത് മാറ്റിയപ്പോൾ എക്സസ് ഗ്രീസ് നിറച്ചിട്ട് അത് ജാമായിരിക്കണം. ഞാനൊരു കോരി എടുത്തുകൊണ്ട് ആ ഗ്രീസ് കുറേ എടുത്ത് മാറ്റി അടച്ചു വെച്ച് ബട്ടൺ അമർത്തി മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. സോറി, അന്ന് ഹല്ലേലൂയ ഒന്നും പറഞ്ഞില്ല. തോമസ് പോൾ എനിക്ക് ഉടനെ അവർ ഭയങ്കര റെക്കമെൻഡേഷൻ നടത്തി. എന്നെ അപ്രീസിയേഷൻ ലെറ്റർ കിട്ടി, എനിക്ക് ഡബിൾ ഇൻക്രിമെൻ്റ് കിട്ടി, എനിക്ക് പ്രൊമോഷൻ കിട്ടി. ആരാ ഇതൊക്കെ ചെയ്യണേ? ഞാൻ പറയുന്നത്, എൻ്റെ പ്രാർത്ഥന അന്നും ഇങ്ങനെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റാൽ എൻ്റെ പ്രാർത്ഥന, ദൈവമേ ജ്ഞാനം നൽകണേ, സ്നേഹം നൽകണേ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ മലിനതകളും മാറ്റണേ. ഇതെന്ത് പറയാൻ കാരണം, അങ്ങനെ വിദഗ്ധനായൊരു എഞ്ചിനീയർ. ഞാൻ പറയാണ്, ഈ കാപ്രലാക്ടം പ്ലാന്റ്, ഇവിടുത്തെ FACTയിലെ കാപ്രലാക്ടം പ്ലാന്റിൻ്റെ ഫ്ലെയർ സ്റ്റാക്ക് പൊക്കിയ കാര്യം നമ്മുടെ ഹെർക്കൂലിയസ് ടാസ്ക് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാളെ കർത്താവ് പറഞ്ഞു, അതെല്ലാം വിട്ട് നീ എൻ്റെ പിന്നാലെ വരിക. അപ്പോൾ എനിക്ക് എന്താ സാലറി? ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ മക്കളും ഭാര്യയും കുടുംബമൊക്കെ എനിക്കുണ്ടല്ലോ. വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തട്ടാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. നീ അവരെക്കാൾ ശ്രേഷ്ഠനാണോ? തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിൻ്റെ ഓമനക്കുട്ടൻ ഇല്ലേ? എങ്കിൽ പിന്നെ നിന്നെ ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് ഭക്ഷണം തരാതിരിക്കുമോ? ഇതാണ് എൻ്റെ അപ്പോയിൻമെന്റ് ലെറ്റർ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും 35 വർഷമായി ഇന്നും എനിക്ക് ഒരു ഫിക്സ് ശമ്പളമോ ഒരു റെമ്യൂണറേഷനോ എന്നൊന്നുമില്ല. ഒരു പോക്കറ്റ് മണി പോലുമില്ല. കന്യാസ്ത്രീമാർക്കൊക്കെ പോക്കറ്റ് മണി കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല. നല്ല കാര്യം. അപ്പം നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെക്കാൾ ശ്രേഷ്ഠരാണ്. പക്ഷേ എനിക്ക് ഈ വിശ്വാസമാണ്. എന്താ വിശ്വാസം? എൻ്റെ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് എല്ലാം കർത്താവ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ബൈബിൾ അനുസരിച്ചുള്ള ജീവിതം. ആരാ നമ്മളോട് ഇത്രയും സ്കൂൾ ഉണ്ടാക്ക്, വലിയ വിദ്യാലയങ്ങൾ ഉണ്ടാക്ക്, എന്നിട്ട് എല്ലാവരെയും പഠിപ്പിച്ച് പാസ്സാക്കി എല്ലാവരെയും ഫോറിനിൽ വിട്? ആരാ പറഞ്ഞേക്കണേ? എവിടെ ബൈബിളിൽ പറഞ്ഞേക്കണേ? പറയും. എന്തുണ്ടായി ഇന്ന് കേരളത്തിൽ? ഇതുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ തല നനച്ചവരും തല കറപ്പിച്ചവരുമാണ്. ചിലവരെ കറുപ്പിച്ചിട്ടില്ല. എന്നെയൊക്കെ കറുപ്പിച്ച് മക്കളാരും വീട്ടിലില്ല, എല്ലാം ഫോറില്ല. ഒരു ചേർത്തി പറഞ്ഞു, ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ 9 മക്കളാണ്, ആരുമില്ല. ആ അമ്മച്ചി 2-3 ദിവസം പള്ളിയിൽ കാണാണ്ടായപ്പോൾ വീട്ടിൽ പോയി മുട്ടിയപ്പോൾ നോക്കി മരിച്ചു കിടക്കാം. എന്താ പ്രയോജനം 9 മക്കളുണ്ടായിട്ട്? ഇതാണ് കേരളത്തിൻ്റെ സാക്ഷരത കൊണ്ടുണ്ടായേക്കണത്. ഇതിൻ്റെ വിക്ടിംസാണ് ഇവിടെ ഇരിക്കുന്ന പകുതി ആൾക്കാർ.
നമ്മൾ മക്കളെ പഠിപ്പിച്ച് വലിയ ആളാക്കി, അവര് നമ്മളെ ഇട്ടുകൊണ്ട് പോയി. വയസ്സായി കഴിയുമ്പോൾ കുഴപ്പമില്ല, എത്ര പൈസ വേണം, ആ ഓൾഡ് ഏജ് ഹോമിലാക്കിയേക്കാം, പൈസ അയച്ചേക്കാം. ഓക്കെ, ഹൃദയമില്ല. ഹൃദയത്തില് വെറും ഡോളറും യൂറോവും ജർമ്മൻ ഭാഷയും, പിന്നെ എന്തൊക്കെ ഭാഷ. ജർമ്മൻ ഭാഷ പഠിച്ചാലേ ഭയങ്കര അപകട. പറയണ്ട, പോട്ടെ. ദൈവാധീനത്തിന് എനിക്ക് ജർമ്മൻ മുഴുവൻ അറിഞ്ഞൂടാ. 25 വർഷമായിട്ട് ജർമ്മനിയിൽ ഭാഷ അറിയാണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കണേ. എല്ലാവരും പറയും, ബ്രദർ എന്തുകൊണ്ടാ ഇത്രയും നാളായിട്ട് ജർമ്മൻ പഠിക്കാഞ്ഞത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കർത്താവിൻ്റെ നയിക്കൽ ഇങ്ങനെയാണ്. എൻ്റെ ട്രാൻസ്ലേറ്റേഴ്സ് എല്ലാവരും ഇപ്പോൾ വചന പ്രഘോഷകരായിരിക്കാം. ഒരുപാട് ട്രാൻസ്ലേറ്റേഴ്സ് എനിക്കുണ്ട് എല്ലാ സ്ഥലം, അവരൊക്കെ വചന പ്രഘോഷകരായി. അതുകൊണ്ട് എന്നെ ഭാഷ പഠിപ്പിക്കാൻ. ഇനി ഞാൻ ഈ പറഞ്ഞ് ഇപ്പോഴും കണ്ടോ പേഴ്സണൽ പേരിൽ കയറാൻ പറ്റണില്ല. ഈ കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടായോ? ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ സമയമായി. എന്നാലും ഒരു 5 മിനിറ്റ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. അപ്പം ഞാൻ ട്രെസൻ മാത്യുവിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ന് അവർ നമ്മുടെ ടീമിൽ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉള്ള വരങ്ങൾ ഒരു 8 മാസമായിട്ടുള്ളൂ നമ്മളിവിടെ. പക്ഷെ ഈ 5-8 മാസത്തിൻ്റെ അകത്ത് അവരിൽ പ്രവർത്തിക്കുന്ന വരദാനങ്ങള് അത്ഭുതം. ഇന്നലെ നമ്മുടെ ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അതിൽ ഞാനിങ്ങനെ ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചുമ്പോൾ കണ്ട ഒരു സന്ദേശം ഇതാണ്: ഒരാളുടെ മേത്ത് ഒരു തരം മരത്തിൻ്റെ തൊലി ഇങ്ങനെ പിടിച്ചിരിക്കണ മാതിരിയാണ്. എന്നിട്ട് കർത്താവ് വന്നിട്ട് ആ തൊലി ഇങ്ങനെ പൊളിച്ചു മാറ്റി. ആ തൊലി പൊളിച്ചു മാറ്റിയപ്പോൾ തൊലി മാത്രമല്ല, അതിങ്ങനെ ശരീരത്തിൽ അള്ളി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ ശരീരത്തിലെ കുറെ ശരീരത്തിൻ്റെ ഈ മരത്തിൻ്റെ തൊലിമാതിരി പിടിച്ചേക്കുന്നതിന് പറിച്ചു മാറ്റിയപ്പോൾ ശരീരത്തിലെ കുറച്ച് ഭാഗത്ത് തൊലിയൊക്കെ പോയി ബ്ലഡ് വരാൻ തുടങ്ങി. പക്ഷേ അപ്പോൾ വിചാരിച്ച് എന്ത് കർത്താവ് ഇങ്ങനെ ചെയ്തതെന്ന് വിചാരിക്കല്ല. കർത്താവ് വന്നിട്ട് ആ വ്യക്തി അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോൾ കർത്താവിൻ്റെ തൊലി ആ വ്യക്തിയിലേക്ക് ഇങ്ങനെ വന്ന് എല്ലാം മനോഹരമാണ്. ഇന്നലെ ഈ സന്ദേശം അവിടെ കിട്ടുമ്പോൾ ഇന്നലെ നമ്മൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു. അവർക്ക് എൻ്റെ മേത്ത് ഒരു പാമ്പ് ചുറ്റിയേക്കണമാതിരി തോന്നായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊരു തെറ്റായ പ്രബോധനം, ഒരു പാഷാണ്ഡതയുടെ അടയാളമാണ്. ആ പാഷാണ്ഡത മൂലം അവരുടെ വിശ്വാസം കംപ്ലീറ്റ് മുരടിച്ച അവസ്ഥയാണ്. എന്താണ് ആ പാഷാണ്ഡത? ആ പാഷാണ്ഡത ഇതായിരുന്നു: ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ റീഇൻകാർണേഷൻ ആണെന്നുള്ള വിചാരം. അങ്ങനെ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, അത് മാറി. കണ്ടോ, അത് സമയത്താണ് അവർക്ക് ഈ സന്ദേശം കിട്ടുന്നത്. അപ്പോ നമ്മളിൽ ഒരുപാട് ആളുകളിൽ ഈശോ പറഞ്ഞൊരു വചനം ഇതാണ്: നല്ല വിത്ത് വിതച്ചു, രാത്രി കള്ളൻ വന്ന് കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യാ? സാരമില്ല, രണ്ടും വളരട്ടെ. അല്ല, ഇപ്പൊ കള പറിച്ചു കളയട്ടെ? ഇല്ല, ഇപ്പൊ പറിക്കണ്ട. നിങ്ങൾക്കറിയോ ആ കള എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്? അതിനെക്കുറിച്ച് ബൈബിൾ കമന്ററി പറയുന്നത്, അത് ഈ പ്രധാന ചെടിയെ ചുറ്റും ചുറ്റിയിട്ട് അതിനെ അങ്ങ് എന്താ പറയാ, അതിൻ്റെ മേത്ത് പിരിഞ്ഞു മുറുകി അതിനെ അങ്ങ് ഞെക്കിക്കളയും. അതിനെ പറിച്ചു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കള എന്ന് പറഞ്ഞ അങ്ങനെ നിസ്സാരമായി കളയരുത്. അത് സാധാരണ കളയല്ല, അത് ആ പ്രധാന ചെടിയെ ചുറ്റും ഈ ഇത്തിക്കണ്ണി പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പണ്ടില്ലേ മരത്തിന് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു തരം സംഭവം, അതിനെ പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ അങ്ങ് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഈ സഹോദരിക്ക് ഇതിലൂടെ
കർത്താവ് എന്തോ ഒരു വലിയ പ്രവചനങ്ങളും ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന മാതിരിയാണ്. എന്നിട്ട് പറയാൻ ഞാൻ അങ്ങോട്ട് ഇച്ചിരി സൂം ചെയ്ത് ഫോക്കസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാണ്. അവര് ഈ പറയാനുള്ള കാരണം ഒരു വരദാനങ്ങളുടെ ക്ലാസ് കൂടാതെ വെറും പേഴ്സണൽ പ്രേയറിലൂടെ മാത്രം അവരിലുള്ള അശുദ്ധിയെല്ലാം മാറിയപ്പോൾ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന വരങ്ങളെല്ലാം പുറത്തു വന്നു. ഇതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനിയും നമ്മളിൽ ഈ വരദാനങ്ങൾ കൂടുതലായി പ്രവർത്തിക്കണമെങ്കിൽ ഈ പേഴ്സണൽ പ്രേയർ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാര്യം നമ്മുടെ അബോധ മനസ്സ് കേട്ടോ. ഈ നടുക്കുള്ള ചക്രം, ആ നടുക്കുള്ള നമ്മുടെ ആത്മാവിൽ ത്രിത്വൈക ദൈവമുണ്ട്. ആ ത്രിത്വൈക ദൈവത്തിൽ നിന്നും നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവിടെ കാറ്റഗിസത്തിൽ 1718 ഇതോടെ 1718 ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കണം. എന്നിട്ട് ആ കാര്യം മനസ്സിലായില്ലേ? ഓരോ അക്രൈസ്തവനെ കാണുമ്പോൾ മനസ്സിലാക്കണം, ഈ ഉണ്ണീശോയിൽ അവനുണ്ട്. ഈ ക്രിസ്മസ് കഴിയുമ്പോൾ ക്രിപ്സെറ്റ് മാറ്റുമ്പോൾ കന്നുകാലിനെയൊക്കെ മാറ്റിക്കോ, പക്ഷെ ഉണ്ണീശോനെ നിങ്ങൾ മാറ്റരുത്. ഉണ്ണീശോനെ അവിടെ വീട്ടിൽ വെക്കേ, മനസ്സിലായോ? എന്നിട്ട് എല്ലാ ദിവസവും ആ ഉണ്ണീശോനെ നോക്കിയിട്ട് ഇതിനകത്ത് എൻ്റെ അമ്മായിയമ്മയും മരുമോളും അമ്മായിയപ്പനും എല്ലാവരും അയൽവക്കക്കാരും ശത്രുക്കളും എല്ലാവരും ഉണ്ട് എന്ന് വിശ്വസിക്കണം. പ്രത്യേകിച്ച് അമ്മായിയമ്മയും മരുമോളും. 1718 പറയാണ് അവിടെ ഭക്ഷണം കഴിക്കാട്ടോ. ഈ ഒരു പോയിന്റ് ഒന്ന് ഞാൻ കംപ്ലീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്കതൊരു ചാരിതാർത്ഥ്യമാവുന്നില്ല. 1718 വളരെ പ്രധാന ഒരു പ്രബോധനമാണ്. വിശുദ്ധ അഗസ്തീനോസാണ്. ഇതാണ് അതിൻ്റെ വേറെ രസം. ഈ അഗസ്തീനോസിന്റെ പ്രബോധനങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തേക്കണം, മറ്റ് സഭാപിതാക്കന്മാരെക്കാൾ കൂടുതൽ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബെനഡിക്റ്റ് പിതാവ് ജോസഫ് റാറ്റ്സിംഗർ എന്ന കൊച്ചച്ഛൻ ഒരു അഗസ്തീനോസിന്റെ കൺഫെഷൻ എന്ന പുസ്തകം കിട്ടിയിട്ട് അതങ്ങ് വായിച്ചിട്ട് അങ്ങേര് ബൈബിൾ വാതിൽ കൊണ്ടു നടക്കാൻ തുടങ്ങി. ആര്? ജോസഫ് റാറ്റ്സിംഗർ. അങ്ങനെ ജോസഫ് റാറ്റ്സിംഗർ അഗസ്തീനോസിന്റെ മറ്റു കൃതികളെല്ലാം പഠിച്ച് അഗസ്തീനോസിന്റെ സഭാസ്നേഹം എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. ഒന്ന് ആലോചിച്ചു. അങ്ങനെ അഗസ്തീനോസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ അതോറിറ്റിയായി മാറി. അപ്പോ ബെനഡിക്റ്റ് പിതാവ് മാർപ്പാപ്പയായിരുന്ന കാലഘട്ടത്തിൽ സഭാപിതാക്കന്മാരെ കുറിച്ചൊരു പരമ്പര ജനറൽ ഓഡിയൻസ് ടീച്ചിങ് ഉണ്ട്. അത് ഇവിടെ സെന്റ് പോൾസിലും അവൈലബിൾ ആണ്. ഫാദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഫാദേഴ്സ്, ദ ഫാദേഴ്സ് എന്ന് എഴുതിക്കോ, ദ ഫാദേഴ്സ്. അത് ഫോറിൻ പുസ്തകത്തിന് 3000 രൂപയാവും. ഇവിടുത്തെ ഇന്ത്യൻ എഡീഷന് 450 രൂപയാവുള്ളൂ. അതുകൊണ്ട് സെന്റ് പോൾസിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഉണ്ട്. സെന്റ് പോൾസിൽ കിട്ടും അത്, ദ ഫാദേഴ്സ്. അത് വാങ്ങണം, നല്ലതാണ്. അപ്പൊ അതിൽ 35ഓളം സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള ഷോർട്ട് ബയോഗ്രഫി ഒരു മാർപ്പാപ്പ സഭയ്ക്ക് ആധികാരികമായി പ്രബോധനം നൽകി. അപ്പൊ അതിന്റെ അവസാനം എല്ലാ പിതാക്കന്മാരെ കുറിച്ചും 1 മണിക്കൂറാണെങ്കിൽ അഗസ്തീനോസിനെ കുറിച്ച് 3 ദിവസം കണ്ടിന്യൂസ് ടീച്ചിങ് കൊടുത്തു. അതിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഇതായിരുന്നു. എന്നെ അഗസ്തീനോസ് അവസാന നാളുകളിൽ രോഗിയായി മരിക്കാറായപ്പോൾ ഒരു മുറിയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഈ ചുമരിലെല്ലാം സങ്കീർത്തനങ്ങൾ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞു. അഗസ്തീനോസിന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പർശിച്ച കാര്യം സങ്കീർത്തനങ്ങളാണ്. 150 സങ്കീർത്തനങ്ങളെ കുറിച്ചുമുള്ള വ്യാഖ്യാനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ്, അത് ആമസോണിൽ കിട്ടും, എക്സ്പോസിഷൻ ഓഫ് സാംസ് ബൈ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ. എക്സ്പോസിഷൻ. ഇതിന്റെയൊക്കെ കറക്റ്റ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് വളരെ ശ്രേഷ്ഠമാണ്.
അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സങ്കീർത്തനങ്ങളിലുള്ള ക്രിസ്തു വിജ്ഞാനീയം എന്ന് പറഞ്ഞ് ഒരു പരമ്പര ചെയ്യാൻ തുടങ്ങി. 50ഓളം എപ്പിസോഡ് ഇപ്പൊ യൂട്യൂബിലുണ്ട്. എനിവേ, അപ്പൊ പറഞ്ഞു വന്നത്, ആ അഗസ്തീനോസിന്റെ ജീവിതം യഥാർത്ഥ ഒരു പാപിയായ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു പാപിയായ വ്യക്തി എങ്ങനെ ദൈവത്തിന്റെ വിശുദ്ധനായി എന്നുള്ളതാണ്. കൊച്ചുദേശ വിശുദ്ധിയാണ്, നോ ഡൗട്ട്. പക്ഷേ കൊച്ചുദേശ വേദപാരംഗതയാണ്, അഗസ്തീനോസും വേദപാരംഗതയാണ്. വ്യത്യാസം എന്താ? കൊച്ചുദേശ കുഞ്ഞുനാൾ മുതൽ വിശുദ്ധിയിലുള്ളൊരു ജീവിതമായിരുന്നു. എന്നാൽ അഗസ്തീനോസ് കുഞ്ഞുനാൾ മുതൽ അശുദ്ധിയിലുള്ള ഒരു ജീവിതമായിരുന്നു. 30 വയസ്സ് വരെ മാമോദീസ, 33 വയസ്സിലാണ് മാമോദീസ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് പിന്നീട് ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, അപ്പൻ ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു, അമ്മ മാത്രമേ ക്രിസ്ത്യാനിയായിരുന്നുള്ളൂ, അമ്മയുടെ പ്രാർത്ഥന. അപ്പൊ പിന്നീട് അഗസ്തീനോസ് പറയാണ്, എന്നെ അവര് മാമോദീസ മുക്കിയില്ല, ഞാനൊരു മാമോദീസ മുങ്ങി ക്രിസ്ത്യാനി ആയിരുന്നുവെങ്കിൽ ഞാൻ ആ പെണ്ണിന്റെ കൂടെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു വിവാഹം കഴിക്കാതെ. ഞാൻ അവളുടെ കൂടെ വിവാഹം കഴിക്കാതെ ജീവിക്കുകയും അവളിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയും എല്ലാം ചെയ്തത് എനിക്ക് മാമോദീസ തരാഞ്ഞത് കൊണ്ടാണ്. മനസ്സിലായോ? മാമോദീസ തരാതെ എങ്ങനെ കല്യാണം കഴിക്കണേ? പക്ഷേ എനിക്ക് അവളെ വിടാൻ പറ്റില്ല, ഞാൻ അവളുമായിട്ട് ജീവിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി. എന്നിട്ടും കർത്താവ് അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കി, ബിഷപ്പാക്കി. ആ ബിഷപ്പാകുന്നതിന് മുൻപ് അദ്ദേഹം ഒരു കൊവേന്ത ഉണ്ടാക്കി. ആ കൊവേന്തയാണ് അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ. ആ അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷനിലെ രണ്ട് മർദ്ദഫ, അതായത് 2 പ്രാവശ്യം ജനറലായിരുന്ന ആളാണ് ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ. അപ്പോൾ ഈ മാർപ്പാപ്പയും ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, ഐ ആം എ സൺ ഓഫ് അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ ഇനോഗ്രൽ സെഷന് പറഞ്ഞു, അഗസ്തീനോസ് പറഞ്ഞതാണ്, ഓ ലോർഡ്, യു ക്രിയേറ്റഡ് മീ ഫോർ യു, ടിൽ ഐ റീച്ച് റെസ്റ്റ് ഇൻ യു ഐ ആം റെസ്റ്റ്ലെസ്. ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത്. ഇതൊക്കെ CCCയിലുള്ളതാണ്. അപ്പോ ഈ കാലഘട്ടത്തിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ 100% അഗസ്റ്റീനിയൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോ മറ്റൊരു മാർപ്പാപ്പ വന്നിരിക്കുന്നതും അഗസ്റ്റീനിയൻ, കംപ്ലീറ്റ് അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷനിൽ വൈദികനായി വളർന്ന് ആ കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറലായി 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ അഗസ്റ്റീനിയോസ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റഗിസത്തിൽ ബാക്കിൽ നോക്കുകയാണെങ്കിൽ, ഈ പുസ്തകത്തിൽ, ഇംഗ്ലീഷ് പുസ്തകത്തിലുണ്ട് എല്ലാ റെഫറൻസുകളും, ആരുടെ എല്ലാം ആണ് ഇതിനകത്ത് റെഫറൻസ്. അതിലേറ്റവും കൂടുതൽ അഗസ്റ്റീനോസിൻ്റെയാണ്. എനിവേ, ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കാറ്റഗിസം പുസ്തകം വാങ്ങാനായിട്ടുള്ള ഒരു ദാഹം ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ഫിസിക്സ് പോലെയാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയുടെ പ്രവർത്തനം, ഒരു ശക്തിയുടെ പ്രവർത്തനം. ഇതിന്റെ അവസാനം 1718 അവസാനം പറയാണ്, എൻ്റെ ആത്മാവ് ജീവിക്കേണ്ടതിനായി ഞാൻ അങ്ങയെ അന്വേഷിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ ശരീരം എൻ്റെ ആത്മാവിൽ നിന്ന് ജീവിക്കുന്നു, എൻ്റെ ആത്മാവോ അങ്ങിൽ നിന്ന് ജീവിക്കുന്നു. അപ്പോൾ നമ്മളിലുള്ള ഈ ദൈവിക, ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുകയാണ്, എനർജി യുടെ അല്ലെങ്കിൽ ശക്തിയുടെ ഒരു ഫ്ലോ ഡയഗ്രം മനസ്സിലാക്കണം. ഫ്ലോ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ് ഇതിന്റെ സെൻട്രൽ പോയിന്റ്, ഒരു ന്യൂക്ലിയസ് പോലെ. ഈ ആത്മാവാണ് നമ്മളിലുള്ള മനുഷ്യാത്മാവ്. മനസ്സിലായോ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഒരു മനുഷ്യാത്മാവുണ്ട്, ദൈവം സൃഷ്ടിച്ച മനുഷ്യാത്മാവ്. ആ മനുഷ്യാത്മാവാണ് അവന്റെ ശരീരത്തെയും മനസ്സിനെയും ശക്തി പകരുകയും ജീവിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. ആ മനുഷ്യാത്മാവ് അവന്റെ ശരീരത്തെ വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ മരിക്കുന്നു. അവൻ മരിച്ചു. ഡെത്ത്. മെഡിക്കൽ സയൻസിൽ ആത്മാവിനെ കുറിച്ച് ഒന്നും പഠിക്കുന്നില്ല.
അവരുടെ കരിക്കുലത്തിൽ ഇല്ല. ശരീരവും മനസ്സിനെയും ഇന്ന രോഗം വന്നാൽ ഇത്രയേ ഉള്ളൂ മെഡിക്കൽ സയൻസ്. ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചു, ഓ ദാറ്റ്സ് നോട്ട് ഇൻ അവർ കരിക്കുലം. ആത്മാവിനെ കുറിച്ച് ഞങ്ങളുടെ കരിക്കുലത്തിൽ പഠിക്കാനില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ എന്താ? ആത്മാവാണ് ശരീരത്തിന് ജീവൻ നൽകുന്നത്. ശരീരത്തിന് താനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിപ്പോ എന്റെ കൈ മൂവ് ചെയ്യണു, ഞാൻ ഇങ്ങനെ ചെയ്യണു, ഇത് കാരുടെ പ്രവർത്തന, ശരീരത്തിന്റെ പ്രവർത്തനമാണെങ്കിലും ആത്മാവ് പറയാണ് മൂവ്. ആത്മാവ് ശക്തി പകർന്നാലേ ഈ മൂവ്മെന്റ് ഉള്ളൂ. ആത്മാവ് നമ്മളെ വിട്ടാൽ മൂവ്മെന്റ് ഇല്ല. എന്ത് പറയും നമ്മൾ? വടിയായി എന്ന് പറയില്ലേ? ആള് വടിയായി എന്ന് പറഞ്ഞാൽ അനക്കമില്ല, ഫ്രോസൺ. അങ്ങനെയുള്ള ആ ചലനാത്മകത, അനിമേറ്റിംഗ് പവർ നമ്മുടെ ആത്മാവിൽ നിന്ന് ശരീരത്തിലും മനസ്സിലേക്കും ഒഴുകുന്നു. ആത്മാവിലോ ദൈവത്തിൽ നിന്ന് ഒഴുകുന്നു. മനസ്സിലായോ? ഇത് മനസ്സിലാക്കണം. ഇതാണ് പ്രാർത്ഥനയുടെ അന്തസത്ത. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന്, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ, കൃപയായിരിക്കണേ എന്നെല്ലാം പറയുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം, ത്രിത്വൈക ദൈവം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുക്കുന്നു. അങ്ങനെ ഒഴുകി കഴിയുമ്പോൾ ആത്മാവിൽ നിറഞ്ഞാൽ അത് ശരീരവും മനസ്സിനെയും നയിക്കുന്നു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, എങ്ങനെ ഈ ബ്രദർ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ നിപ്പിൽ ഇങ്ങനെ വായടിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എവിടുന്ന ശക്തി കിട്ടി? ഈ രഹസ്യം ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് രാവിലെ ഒരു 2-3 മണിക്കൂർ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും ഞാൻ. ഇതെല്ലാം കർത്താവ് ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് എന്തോരം ശക്തി വേണം അത് എനിക്ക് ഇപ്പൊ തന്നെ നിറച്ച് താഴാണ്ട് ഞാൻ ഇവിടുന്ന് വിട്ടൂല. അങ്ങനെ 3 മണി 3:30 മുതൽ ഞാൻ പ്രാർത്ഥിച്ച് ഈ ഒരു പോയിന്റാണ്, എൻ്റെ ആത്മാവ് നിറയണേ, എൻ്റെ ആത്മാവിൽ സ്നേഹം നിറയണേ, ജ്ഞാനം നിറയണേ, വരദാനങ്ങൾ നിറയണേ, ഇതൊക്കെ നിറയണേ. അതോടൊപ്പം എൻ്റെ ആത്മാവിൽ, മനസ്സിൽ, അബോധ മനസ്സിൽ, ഉപബോധ മനസ്സിൽ, മനസാക്ഷിയിൽ എന്തെല്ലാം മലിനതകളുണ്ടോ അതെല്ലാം വിശദീകരിക്കണേ. ഇങ്ങനെ നമ്മൾ ഞാൻ വ്യക്തിപരമായിട്ട് ഇത്ര കൊന്ത ചെല്ലേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊന്ത ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയല്ല. കൊന്ത ചെല്ലിക്കോ, കൊന്ത ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാണോ? എൻ്റെ ഈശോന്റെ പാപങ്ങൾ ക്ഷമിക്കണേ, രാത്രി ഞങ്ങൾ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും കണ്ടോ. അപ്പോ ആ കൊന്ത ചെല്ലുമ്പോ നമ്മളിൽ നിന്ന് ശക്തി ലോകത്തിലേക്ക് പോവുകയാണ്. ചെല്ലിക്കോ. പക്ഷെ നമ്മളിൽ ശക്തി നിറയാണ്ട് ചെല്ലിയാൽ എന്ത് സംഭവിക്കും? അല്ലോ, ഇത് എംപ്റ്റി ഗ്ലാസ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കൊന്ത ചെല്ലുമ്പോ ഒന്നും സംഭവിക്കില്ല. നമുക്കൊരു മനസ്സമാധാനം കിട്ടി, എത്ര കൊന്തയില്ലെന്ന്. നമ്മുടെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒഴുകുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മുടെ ഗ്ലാസ് നിറയണം, നമ്മുടെ ആത്മാവ് നിറയണം, നമ്മുടെ മനസ്സ് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിട്ട് നിങ്ങൾ കൊന്തയിലിക്കോ. പണ്ടൊക്കെ കൊന്ത ഇറങ്ങിക്കുന്ന മുമ്പ് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി ഒരു പാട്ടെങ്കിലും പാടാറുണ്ടായിരുന്നു. നിങ്ങളിവിടെ പാടി വന്നു പരിശുദ്ധാത്മാവിന്റെ പാട്ട് കൊന്തയിൽ നിൽക്കുന്നു. അതൊക്കെ വിട്ടു. പരിശുദ്ധാത്മാവില്ലാത്ത കൊന്ത നമ്മുടെ എന്ത് പ്രയോജനം? എന്നോട് ക്ഷമിക്കണം, ഞാനിങ്ങനെയൊക്കെ പറയണത് എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ഇത്ര സാക്ഷരതയിൽ മന്ദീഭവിച്ചോ മനുഷ്യൻ. നമ്മുടെ അകത്ത് നിറയാതെ 1000 കൊന്ത ചെല്ല്, 33 കൊന്ത ചെല്ല്, 16 കൊന്ത ചെല്ല്, ഒന്നും നടക്കണില്ല. നോക്ക്, ഈ 150 ധ്യാന കേന്ദ്രം ഉണ്ടായിട്ടും കേരളത്തിന്റെ അവസ്ഥ എന്താണ്? എന്താ അവസ്ഥ? പറയണ്ട അല്ലേ? പറയണ്ട. എന്തുകൊണ്ട്? നമ്മൾ വെറും റിച്വലിസ്റ്റിക് ആണ്. നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ നിർത്തിയാണ്. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പ്രാർത്ഥന നയിക്കാം. ഒന്ന്, ഈ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. രണ്ടാമത് ഒന്നും കൂടി പറഞ്ഞിട്ട് നിർത്താം, പ്രാർത്ഥിക്കുന്നത് നടക്കണില്ല. നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചിട്ട് ചില കാര്യം നടക്കണില്ല. നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ല, മക്കൾ നേരെ ചൊവ്വ ആവണില്ല. അതിന്റെ അർത്ഥം എന്താ? when the prayer don't work, change the prayer. ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറെ ഈ ആഴ്ച മുഴുവനും മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ചുമ മാറുന്നില്ല. കുഴപ്പമില്ല, മരുന്ന് മാറ്റി എഴുതരാം. മരുന്ന് മാറ്റി എഴുതി, ആന്റിബയോട്ടിക്സ് എടുത്ത്, ഓക്കെ, അപ്പൊ ശരിയായി. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ change the prayer. ഇതൊരു പ്രിൻസിപ്പിളാണ്.
If things don't happen with your prayer, change the prayer. അപ്പൊ അതെന്താണ്? അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് കേട്ടാ, ഇത് വലിയ പോയിന്റാണ്. ഈശോ, നമ്മളെല്ലാം വിചാരിക്കുന്നത് ഈശോ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഈശോ എന്താ പറയണത്? മർക്കോസ് അൽമായൻ ക്ഷമിക്കണേ, ഞാനിത് കുറ്റം പറയാനല്ല, അൽമായനെ ഇത്ര ഉയർത്തിയ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മർക്കോസ് 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനത്തിൽ പറയാണ്, മർക്കോസിനെ കൊണ്ട് എഴുതിച്ചിരിക്കുകയാണ്, അവർ 32, അവർ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. ഈശോയുടെ അവസാന നിമിഷങ്ങൾ, അല്ലെങ്കിൽ ഈശോയുടെ ഏറ്റവും പ്രധാന നിമിഷം, അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും ഏറ്റു പറയാം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. സിറ്റ് വിത്ത് മീ വൈൽ ഐ പ്രേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സിറ്റ് വിത്ത് മീ വൈൽ ഐ പ്രേ. അപ്പൊ നമ്മൾ ഈശോന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്തുദ്ദേശിച്ചിരിക്കണത്? ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. അപ്പൊ അതാണ് ഒരു പുതിയ ശൈലി നമ്മളിൽ മാറേണ്ടത്. അതോടൊപ്പം റോമർ കഴിഞ്ഞു ഇപ്പൊ നിർത്താം. റോമർ 8:26 വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനാൽ ആത്മാവ് തന്നെ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കുന്നു. ആത്മാവ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആര്? പരിശുദ്ധാത്മാവേ. നമ്മൾ ആ ട്രാക്ക് എടുത്തിട്ടുണ്ടോ? എന്നിട്ട് അതിനുശേഷം 8:34 പറയാണ്, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. അപ്പൊ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക് നീങ്ങുന്നതോടൊപ്പം ഈ ത്രിവിധ അഭിഷേകങ്ങളെല്ലാം നമ്മളിൽ കൂടുതൽ ഒഴുകുന്നതിനും ഇത് നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകുന്നതിനും നമ്മളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു പുതിയ കാര്യം, കർത്താവേ, ഈശോയെ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പെട്ടെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. ശലബല ഹലബല. എന്നിട്ട് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണേ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം. ഈശോയെ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക്, എൻ്റെ ആത്മാവിന്റെ ആഹാരം, എൻ്റെ ആത്മാവിന് വേണ്ട ദൈവിക ആഹാരം തരണമേ. അന്നു വേണ്ട ആഹാരം. പ്രലോഭനങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തൽ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി. അപ്പൊ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു ഈശോ. ഇതൊക്കെ നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ഒന്നും കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ. കുർബാന എപ്പോഴാണ്? അതൊരു 10